വെൽക്കം ടു ബ്രെയിൻ സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൽ സിഗ്നലിംഗ് പാത്വേ എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും അതിൽ വരുന്ന സെൽ സർഫേസ് റിസപ്റ്റേഴ്സിന്റെ 3 എക്സാമ്പിൾസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സെൽ സിഗ്നലിംഗ് പാത്വേ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് സെൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ കെമിക്കൽ സിഗ്നൽസ് ടു റെഗുലേറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസ് ആൻഡ് റെസ്പോൺസസ്. ഇത്രയേ ഉള്ളൂ. സെൽ സിഗ്നലിംഗ് എന്ന് പറയുമ്പോൾ സെല്ലുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സെല്ലും ഔട്ട്സൈഡ് ആയിട്ടുള്ള എൻവയോൺമെന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷന് കുറേ സിഗ്നൽസ്, കെമിക്കൽ സിഗ്നൽസ് ആവശ്യമുണ്ട്. ഒരു കെമിക്കൽ സിഗ്നൽസ് എന്ന് പറയുന്നത് സെല്ലുലാർ ആക്ടിവിറ്റീസിനെ കാരണമാവുകയും അതിന്റെ പകരമായിട്ട് റെസ്പോൺസസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു ത്രൂ ഔട്ടുള്ള പ്രോസസ്സിനെയാണ് സെൽ സിഗ്നലിംഗ് പാത്വേ എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടൈപ്സ് പഠിക്കാം. അപ്പൊ ആദ്യം ഈ ഒരു സെൽ സിഗ്നലിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സെൽ സിഗ്നലിങ്ങിന് കാരണമാകുന്ന കുറച്ച് കെമിക്കൽ സിഗ്നൽസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അവയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിഗാൻഡ്. ആ ഒരു ടേമും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഈ ഒരു സിഗ്നൽസിന് കാരണമാകുന്നതാണ് ലിഗാൻഡ്. അപ്പൊ ഈ ഒരു ലിഗാൻഡിനെ അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരാൾ വേണം. ആ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? റിസപ്റ്റേഴ്സ്. ലിഗാൻഡ് എന്ന് പറയുന്നത് ചില ഹോർമോൺസോ ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ ആകാം. അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് റിസപ്റ്റേഴ്സ്. ഈ ഒരു റിസപ്റ്റേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കുറെ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടായി. ആ കെമിക്കൽ ചേഞ്ച് കുറെ കാസ്കേഡ്സ് ഓഫ് റിയാക്ഷൻസ് ഉണ്ടായി. ലാസ്റ്റ് ഉണ്ടാകുന്നതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് ത്രൂ ഔട്ട് ആ ഒരു ടൈപ്പ് പറയുമ്പോൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം ഈ സെൽ സിഗ്നലിംഗ് പാത്വേയുടെ കുറച്ച് കോമൺ ടൈപ്സ് നോക്കാം. അതിൽ ഒന്നാമത്തത് ഓട്ടോക്രൈൻ സിഗ്നലിംഗ് ആണ്. ഓട്ടോക്രൈൻ എന്ന് പറയുമ്പോൾ അതായത് ഒരു സെയിം സെല്ലിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിഗ്നൽ ആക്ട്സ് ഓൺ ദ സെയിം സെൽ ദാറ്റ് റിലീസ് ഇറ്റ്. ഒരു സെല്ല് തന്നെ ഒരു സിഗ്നലിനെ റിലീസ് ചെയ്യുന്നു. ആ ഒരു സിഗ്നല് തന്നെ ആ ഒരു റെസ്പോൺസിന് കാരണമാകുന്നുണ്ടെങ്കിൽ അതാണ് ഓട്ടോക്രൈൻ സിഗ്നലിംഗ്. ദെൻ പാരാക്രൈൻ എന്ന് പറയുന്നത് ഒരു സെല്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ നിയർ ബൈ സെല്ലിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പാരാക്രൈൻ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ദെൻ എൻഡോക്രൈൻ സിഗ്നലിംഗ് എന്ന് പറയുമ്പോൾ എൻഡോക്രൈൻ എപ്പോഴും ഹോർമോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഹോർമോൺസ് മെയിൻ ആയിട്ട് ബ്ലഡ് സ്ട്രീമിലൂടെ ആ ഒരു ടാർഗറ്റ് സെല്ലിലോട്ട്, കുറെ ദൂരെയുള്ള ടാർഗറ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു സിഗ്നലിംഗ് പ്രോസസ്സിനെയാണ് എൻഡോക്രൈൻ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ദെൻ ജക്സ്റ്റാക്രൈൻ സിഗ്നലിംഗ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഡിപ്പെൻഡന്റ് സിഗ്നലിംഗ് എന്ന് പറയുമ്പോൾ സെല്ലും തമ്മിലുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ആവശ്യമാണ് അവിടെ. ദെൻ സിനാപ്റ്റിക് സിഗ്നലിംഗ് എന്ന് പറയുമ്പോൾ നെർവ് സെൽസിൽ അല്ലെ ആ ഒരു ന്യൂറോൺസിന്റെ ആ ഒരു ട്രാൻസ്മിഷൻ, സിനാപ്സിസ് വഴി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സിനാപ്റ്റിക് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു സെൽ സിഗ്നലിംഗ് പാത്വേയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ലിഗാൻഡിനെ ബൈൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു റിസപ്റ്റേഴ്സ് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്നാമത്തത് സെൽ സർഫേസ് റിസപ്റ്ററും രണ്ടാമത്തത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സും. അതിൽ സെൽ സർഫേസ് റിസപ്റ്റേഴ്സ് ആണ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സെൽ സർഫേസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ലൊക്കേറ്റഡ് ആണ് ആ ഒരു പ്ലാസ്മ മെംബ്രെയിനിൽ എംബഡ് ചെയ്തിട്ട് കാണുന്ന ആൾക്കാരാണ് സെൽ സർഫേസ് റിസപ്റ്റേഴ്സ്. മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇവ? മെയിൻ ആയിട്ട് ബൈൻഡ് വാട്ടർ സോല്യൂബിൾ ലിഗാൻഡ്. വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള ലിഗാൻഡുമായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ സർഫേസ് റിസപ്റ്റേഴ്സ്. ഇങ്ങനെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ലിഗാൻഡിന് ഒരു ലിപ്പിഡ് ബൈ ലെയറിലൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അത്തരം സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാനാണ് സെൽ സർഫേസ് റിസപ്റ്റേഴ്സ്. അതിൽ പറയുന്ന എക്സാമ്പിൾ ആയിട്ടുള്ള ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സും അയോൺ ചാനൽ റിസപ്റ്റേഴ്സ്, അയോൺ ചാനൽ ലിങ്ക്ഡ് അല്ലെങ്കിൽ അയോൺ ഗേറ്റഡ് റിസപ്റ്റേഴ്സും എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റേഴ്സിൽ വരുന്ന ഇൻസുലിൻ റിസപ്റ്റേഴ്സ്, അതെന്ന് പറയുന്നത് ടൈറോസിൻ കൈറേസ് റിസപ്റ്റർ ഫാമിലിയിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ്. ഈ മൂന്നെണ്ണം ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഷോർട്ട് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം അടുത്ത ക്ലാസ്സിലായിട്ട് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെയിൻ ആയിട്ട് സൈറ്റോപ്ലാസത്തിലോ ന്യൂക്ലിയസിലോ ആണ് ഇൻട്രാസെല്ലുലാർ, സെല്ലിന്റെ ഉള്ളിലുള്ള ഈ റിസപ്റ്റേഴ്സ് കാണുന്നത്. ലിപ്പിഡ് സോല്യൂബിൾ ആയിട്ടുള്ള ലിഗാൻഡ്, അതായത് പ്ലാസ്മ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന ലിപ്പിഡ് സോല്യൂബിൾ ആയിട്ടുള്ള ലിഗാൻഡുമായിട്ട് ബന്ധപ്പെട്ട സിഗ്നൽസ് ആണ് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്. അതിൽ സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റേഴ്സും ന്യൂക്ലിയർ റിസപ്റ്റേഴ്സും ആണ് വരുന്നത്. എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റിറോയിഡ് ഹോർമോൺ റിസപ്റ്റേഴ്സും തൈറോയിഡ് ഹോർമോൺ റിസപ്റ്റേഴ്സും ആണ്. ഫസ്റ്റ് ആ ഒരു സെൽ സിഗ്നലിംഗ് പാത്വേയിൽ വരുന്ന സെൽ സർഫേസ് റിസപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്.
അപ്പോൾ എന്താണ് സെൽ സർഫേസ് റിസപ്റ്റർ എന്ന് നോക്കാം. അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. They are specialized integral membrane protein that allows cells to communicate with the outside environment. സെൽ സർഫേസ് റിസപ്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തത് കണ്ടോ? ആ ഒരു പിക്ചറിൽ നമ്മുടെ ലിപ്പിഡ് ബൈലെയർ ആണ് ഈ ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലിപ്പിഡ് ബൈലെയറിലൂടെ സ്പാൻ ചെയ്തിട്ട് നിൽക്കുന്ന, അതായത് ആ ബൈലെയറിലൂടെ സ്പാൻ ചെയ്ത് അല്ലെങ്കിൽ കടന്നു പോകുന്ന ഒരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്തിനു വേണ്ടിയിട്ടാണ് അവ? ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്ന് സെല്ലിന്റെ ഉള്ളിലോട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ സെല്ലിനെ ഔട്ട്സൈഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൽ സർഫേസ് റിസപ്റ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സെൽ സർഫേസ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ റിസപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ട്രാൻസ് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചാല്, ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ വരക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മളുടെ ലിപ്പിഡ് ബൈലെയർ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ലിപ്പിഡ് ബൈലെയറിലൂടെ ഇതേപോലെ ഒരു ബൈലെയറിലൂടെ അതായത് കടന്നു പോകുന്ന റിസപ്റ്റേഴ്സിനെയാണ് ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ ആൻഡ് ഹെൽപ്പ് ടു സെൽ റിസീവ് ആൻഡ് റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സിഗ്നൽ. പുറത്ത് നിന്നൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സിഗ്നൽ വരികയാണ്. അപ്പൊ അത് സെല്ലിന്റെ ഉള്ളിലോട്ട് നമ്മൾ ആ ഒരു നിർദ്ദേശം കൊടുക്കണം. അപ്പൊ സെല്ലിന്റെ ഉള്ളിലോട്ട് കൊടുക്കണമെങ്കിൽ, അതായത് ഈ ഒരു ലിപ്പിഡ് ബൈലെയറിലൂടെ കടന്നു പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, ആ കടന്നു പോകാൻ പറ്റാത്ത ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിഗ്നൽസ് സെല്ലിന്റെ ഉള്ളിലോട്ട് കൊടുക്കണം. കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെല്ലിന്റെ മെംബ്രെയിനിൽ അല്ലെങ്കിൽ ലിപ്പിഡ് ബൈലെയറിൽ ഇതേപോലെ സ്പാൻ ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന, സെൽ മെംബ്രെയിനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സെൽ സർഫേസ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, ഇനി അവയ്ക്ക് എന്തൊക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കാം. ഒരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീന് ഒരു ഔട്ടർ പാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് എന്തുണ്ടായിരിക്കും? ഒരു ഔട്ടർ പാർട്ട് ഉണ്ടായിരിക്കും. ഔട്ടർ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് നിന്ന് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവയെ നമ്മൾ ആക്ച്വലി പറയുന്നത് സിഗ്നലിംഗ് മോളിക്യൂൾസ്, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ലിഗാൻസ് എന്നാണ്. ഓക്കെ, ആ ഒരു ലിഗാൻസിനെ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ലിഗാൻഡ് ആയിട്ടുള്ള സിഗ്നലിംഗ് മോളിക്യൂൾസ് ഏതൊക്കെയാണ്? ആ ഒരു സിഗ്നലിംഗ് മോളിക്യൂൾസ് ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ലിഗാൻസിനെ അല്ലെങ്കിൽ ഈ ഒരു സിഗ്നൽസിനെ ബൈൻഡ് ചെയ്യുന്ന ഏറ്റവും പുറമേയുള്ള ഒരു പാർട്ട് ഉണ്ട്. അതാണ് ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ലിപ്പിഡ് ബൈലെയറിൽ എംബഡ് ചെയ്ത് കിടക്കുന്ന ആ ഒരു പാർട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ടിനെ നമുക്ക് എന്താ പറയുക? ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഈ ഒരു പാർട്ടിനെ ലിഗാൻഡ് ബൈൻഡിങ് ആയിട്ടുള്ള ഔട്ടർ പാർട്ട്. ഈ ഒരു ഓറഞ്ച് ലിപ്പിഡ് ബൈലെയറിൽ എംബഡ് ചെയ്ത് കിടക്കുന്നതാണ് മെംബ്രെയിൻ സ്പാനിങ് റീജിയൻ എന്ന് പറയുന്നത്. ഏറ്റവും ഇന്നർ പാർട്ട് എന്ന് പറയുമ്പോൾ സെല്ലിന്റെ ഉള്ളിലോട്ട് അല്ലെ, അതായത് ഈ ഒരു സിഗ്നലിന് അനുസരിച്ചിട്ട് ഒരു റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സിഗ്നലിനെ സെല്ലിന്റെ ഉള്ളിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് ഇന്നർ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പാർട്ട് ചേർന്നതാണ് സെൽ സർഫേസ് റിസപ്റ്റർ അല്ലെങ്കിൽ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അവയുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് നോക്കാം. ഒന്നാമത്തത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കെമിക്കൽ സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്യുക. ആ ഒരു ഇൻഫർമേഷൻ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ പ്ലാസ്മ മെംബ്രെയിൻ വഴി ആ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്തിട്ട് സെല്ലിന്റെ ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കെമിക്കൽ സിഗ്നലിനനുസരിച്ചിട്ട് സെല്ലുലാർ ആക്ടിവിറ്റിനെ ട്രിഗർ ചെയ്യുക. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കാം? ജീൻ എക്സ്പ്രഷന്റെ റെഗുലേഷൻ ആകാം, എൻസൈംസിന്റെ ആക്ടിവേഷൻ ആകാം, അയോൺസിന്റെ മൂവ്മെന്റ് ആകാം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം ഇമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിഗ്നൽസ് ആണെന്ന് വെക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് മോഡിഫിക്കേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങനെയുള്ള സിഗ്നൽസ് ഒക്കെ അല്ലെങ്കിൽ റെസ്പോൺസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യലാണ് ഈ ഒരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീനിന്റെ ഫങ്ഷൻസ്. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്, ഒന്ന് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ആണ്. അതൊരു തൈറോസിൻ കൈനേസ് റിസപ്റ്റർ ഫാമിലിയിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇൻസുലിൻ റിസപ്റ്റർ. രണ്ടാമത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ അല്ലെങ്കിൽ GPCRC എന്ന് പറയും. മൂന്നാമത്തേത് അയോൺ ചാനൽ റിസപ്റ്റേഴ്സ് ആണ്. ഈ മൂന്നെണ്ണമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് അടുത്ത ക്ലാസ്സുകളായിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ബാക്കിയുള്ള റിസപ്റ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും.
നമുക്ക് ആദ്യം ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് നോക്കാം. അപ്പോൾ ഇതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. MSc BSc അല്ലെങ്കിൽ സെറ്റ് എക്സാം ആയിക്കോട്ടെ, HSST പോലെയുള്ള ബോട്ടണി കോമ്പറ്റേറ്റീവ് എല്ലാ എക്സാംസിനും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ ചാനലും കൂടി ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂടാതെ ഒരു ഹൈ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തതാണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. അതായത് നമുക്ക് മനസ്സിലാകും ഇതൊരു ട്രാൻസ് മെംബ്രെയിൻ ആയിട്ടുള്ള റിസപ്റ്റർ ആണെന്ന് പറഞ്ഞു. അവിടെ ജി പ്രോട്ടീൻ കപ്പിൾ ചെയ്തിട്ടുള്ള ഒരു റിസപ്റ്റർ ആണ്. ഇവിടെ ഇതിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ആ ഒരു റീജിയൻ. ആക്ച്വലി ഇതിന്റെ പിക്ചർ എങ്ങനെയാണ് വരിക? ഇവിടെ എന്തുണ്ടായിരിക്കും? ഇതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ലിപ്പിഡ് ബൈലെയറിൽ ഉണ്ടായിരിക്കും കേട്ടോ. ആ ഒരു ലിപ്പിഡ് ബൈലെയറിൽ സ്പാൻ ചെയ്തിട്ടാണ് ഈ ഒരു ലിഗാൻഡ് കാണുന്നത് എന്നും കൂടി നിങ്ങൾ ആ ഒരു മൈൻഡിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് മയക്കാണ്. നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ സ്ട്രക്ചർ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടേഴ്സിലോട്ട് പോകാം. അപ്പം സെൽ സർഫേസ് റിസപ്റ്റർ ഫാമിലിയിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സെൽ സർഫേസ് റിസപ്റ്റർ ആണ് ഈ ഒരു GPCR എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് എന്തിനാണ്? എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള, അതായത് ഹോർമോൺസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു സിഗ്നലിനെ സെല്ലുലാർ റെസ്പോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, മാറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു GPCR എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ട് ആ ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? ഒരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ് എന്ന് പറഞ്ഞു. ഒരു പ്ലാസ്മ മെംബ്രെയിനിലൂടെ പ്രസന്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7 ട്രാൻസ് മെംബ്രെയിൻ ഹെലിസസ് ഉണ്ട്. ഇതൊന്ന് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 അല്ലെ? ട്രാൻസ് മെംബ്രെയിൻ ഹെലിസസ് എന്ന് പറയുന്നത് 7 ചുറ്റുകളാണുള്ളത്. ഓക്കെ, 7 ആൽഫ ഹെലിക്കൽ മെംബ്രെയിൻ സ്പാനിങ് റീജിയൻ ആണ്. അതുകൊണ്ട് ഇവയുടെ മറ്റൊരു പേരാണ് 7TM റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, GPCRന്റെ മറ്റൊരു പേരാണ് 7TM റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്ട്രക്ചറിൽ വരുന്ന ഒരു എക്സ്ട്രാ സെല്ലുലാർ റീജിയൻ ഉണ്ട്. ഓക്കെ, എക്സ്ട്രാ സെല്ലുലാർ റീജിയൻ നമ്മൾ പറഞ്ഞതാണ്. ഔട്ടർ സിഗ്നലിംഗ് മോളിക്യൂൾസ്, അതായത് ലിഗാൻഡ്സ്, ഹോർമോൺസ് ഒക്കെ പോലെയുള്ള ഔട്ടർ മോളിക്യൂൾസിനെ ബൈൻഡ് ചെയ്യുന്ന പോർഷൻ ആണ് എക്സ്ട്രാ സെല്ലുലാർ. ഈ ഒരു ടെയിൽ, എൻ ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെയിൽ കാണില്ല, ആ ഒരു റീജിയൻ ആണ് എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറയുന്നത്. ഒരു ഇൻട്രാ സെല്ലുലാർ റീജിയൻ ഉണ്ട്. ആ ഇൻട്രാ സെല്ലുലാർ റീജിയൻ ആണ് നമ്മുടെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ജി പ്രോട്ടീനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ജി പ്രോട്ടീന്റെ പ്രത്യേകതകളാണ്. ഈ ഒരു ജി പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ ഒരു GPCR-ഉമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. ആ ഒരു ജി പ്രോട്ടീനിന് തന്നെ എന്തുണ്ട്? 3 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ജി പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ഹെറ്ററോ ട്രൈമറിക് ആയിട്ടുള്ള 3 ഡിഫറെന്റ് ആയിട്ടുള്ള സബ് യൂണിറ്റ് ചേർന്നിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. ആ ഒരു പ്രോട്ടീൻ ആണ് ഈ ഒരു GPCR-ഉമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു പിക്ചർ വരച്ചാൽ ഇതൊരു ആക്ടിവേഷൻ ആകുന്ന സമയത്ത് ഈ 3 ഡൈമർ അടങ്ങിയിട്ടില്ല. ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതാം, ആൽഫ ബീറ്റ ഗാമ. ഓക്കെ, ഇതാണ് ഈ ഒരു ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അന്നേരമാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഒരു ലിഗാൻഡ് ബൈൻഡ് ചെയ്യുമ്പോൾ ഉള്ള സിഗ്നലിനെ ഇൻട്രാ സെല്ലുലാർ റെസ്പോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതെങ്ങനെയാണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ആ ഒരു മെക്കാനിസം നോക്കാം, എന്നിട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സ് പറയാം. ഒന്നാമത്തത്, ഏതെങ്കിലും ഒരു ലിഗാൻഡ് വന്നിട്ട് ആ ഒരു GPCR-ൽ ബൈൻഡ് ചെയ്യാണ്. ഒരു എക്സ്ട്രാ സെല്ലുലാർ ലിഗാൻഡ് GPCR-ൽ ബൈൻഡ് ചെയ്യുമ്പോൾ ആ ഒരു റിസപ്റ്ററിന്റെ ഷേപ്പിൽ മാറ്റം ഉണ്ടാകും. ഓക്കെ, ഈ ഒരു ലിഗാൻഡിലെ റിസപ്റ്ററിന്റെ ഷേപ്പിന് മാറ്റം ഉണ്ടാകും. ആ ഒരു ഷേപ്പിന് മാറ്റം ഉണ്ടാകുമ്പം അത് ആക്ച്വലി ആക്ട് ചെയ്യുന്നത് ഒരു GEF പോലെയാണ് ആക്ട് ചെയ്യുക. എന്താണ് ഈ ഒരു GEF എന്ന് വെച്ചാൽ? ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ് എക്സ്ചേഞ്ച് ഫാക്ടർ പോലെയാണ് ഈ ഒരു GPCR മെക്കാനിസം ആക്ട് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്, ആക്ടിവേഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ജി പ്രോട്ടീനിന്റെ സ്പ്ലിറ്റ് ആണ്. അതായത് ഈ ഒരു GPCR ആക്ടിവേറ്റ് ചെയ്യുകയാണല്ലോ, ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മെംബ്രെയിനിലുള്ള ഇനാക്റ്റീവ് ആയിട്ടുള്ള ജി പ്രോട്ടീൻ, ആ ഒരു സമയം വരെ ജി പ്രോട്ടീൻ ഇനാക്റ്റീവ് ആണ്. ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ജി പ്രോട്ടീനുമായിട്ട് ഈ ഒരു GPCR എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു GPCR എന്ത് ചെയ്യും? ഈ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ജി പ്രോട്ടീനുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട്, ഇതിപ്പോ ഹെറ്ററോഡൈമർ ആണല്ലോ, അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ രണ്ടായിട്ട് എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് ഈ ഒരു ആൽഫ സബ് യൂണിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ആൽഫ സബ് യൂണിറ്റ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഹെറ്ററോഡൈമറിനെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ജി ആൽഫ സബ് യൂണിറ്റ് ആയിട്ട് എന്താ
മാറ്റും. അതെങ്ങനെയാ മാറ്റുക എന്ന് വെച്ചാൽ ഒരു ജി ആൽഫ എന്ന് പറയുന്നത് GDP ബൗണ്ടഡ് ആണ്. ആ ഒരു GDP നെ എന്താക്കിയിട്ട് മാറ്റും? GTP ആക്കിയിട്ട് മാറ്റും. അപ്പൊ അവിടെ ആക്ടിവേറ്റ് ആയല്ലോ. ബാക്കി രണ്ടെണ്ണം എന്താ ഉള്ളത്? ബീറ്റയും ഗാമയും ഉണ്ട്. ആ ഒരു ബീറ്റ ഗാമ എന്ന് പറയുന്നത് എന്താ ഒരു ഡൈമർ ആയിട്ട് അത് രണ്ടും ഒരുമിച്ചായിട്ടുള്ള ഒരു ഫോമിൽ, അതായത് ജി ബീറ്റ ഗാമ എന്നുള്ള ഫോമിലും നിൽക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ജി പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താ ആക്ടിവേറ്റ് ആകുന്നത്. അങ്ങനെയാണ് ജി പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ ജി പ്രോട്ടീൻസ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇഫക്റ്റേഴ്സിന്റെ ആക്ടിവിറ്റി ആണ്. അതായത് ഡൗൺ സ്ട്രീം ഇഫക്റ്റേഴ്സ് എന്നാണ് പറയാം. അതായത് ഈ ഒരു ജി ആൽഫ GTP ഉണ്ട്, ജി ബീറ്റ ഗാമ കമ്പോണന്റും ഉണ്ട്. ആ രണ്ട് കമ്പോണന്റും ഇഫക്റ്റർ പ്രോട്ടീൻസുമായിട്ട് റിയാക്ട് ചെയ്യും. ഇഫക്റ്റർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് സെല്ലിന്റെ ഉള്ളിലുള്ള ചില എൻസൈംസ് ആണ്, അല്ലെങ്കിൽ അയോൺ ചാനൽസ് ആകാം. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് എൻസൈംസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഇൻട്രാ സെല്ലുലാർ സിഗ്നൽസിനെ എന്താ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഫക്റ്ററുമായിട്ട് ഈ രണ്ട് സബ് യൂണിറ്റും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ രണ്ട് സബ് യൂണിറ്റും ആക്ട് ചെയ്യുമ്പോഴാണ് ഒരു സെക്കൻഡറി മെസ്സഞ്ചർ ഫോം ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞുതരാം. ഒരു സെക്കൻഡറി മെസ്സഞ്ചർ ഫോം ചെയ്യുന്നു, സെല്ലുലാർ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ സെല്ലുലാർ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് എന്താ ഒരു സെൽ സിഗ്നലിംഗ് ഉണ്ടാകുന്നത്. ഇനി ആ സെൽ സിഗ്നലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രോസസ്സ് പിന്നെയും ആ ഒരു സിഗ്നലിംഗ് നടക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത ജി ആൽഫ പ്ലസ് GTP നെ ആദ്യം തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും? GDP ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. അങ്ങനെ GDP ആയാൽ ജി ആൽഫ എന്തായി? ഇനാക്റ്റീവ് ആയി. അങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ജി ആൽഫ എന്ന് പറയും ജി ബീറ്റയും ജി ഗാമയും ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഹെട്രോമെറിക് ഫോമിലോട്ട് തന്നെ പോകും. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ ഈ ഒരു ജി ആൽഫ ആണ് കേട്ടോ എല്ലാ ഇഫക്റ്റർ മോളിക്യൂൾസുമായിട്ട് മെയിൻ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ജി ആൽഫനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ജി പ്രോട്ടീൻ ഫാമിലിയിൽ ജി ആൽഫ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതാം. ഒന്നാമത്തത് GS ആണ്, അതായത് ജി സ്റ്റിമുലേറ്റേഴ്സ് ആണ്. രണ്ടാമത്തത് ജി ഇൻഹിബിറ്റേഴ്സ് ആണ്. മൂന്നാമത്തത് GQ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു GS എന്ന് പറയുന്ന ആ ഒരു സബ് യൂണിറ്റ് ഇല്ലേ, ആ സബ് യൂണിറ്റ് എന്താ ആക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് അറിയോ? മെയിൻ ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അഡിനൈൽ സൈക്ലേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ്. അഡിനൈൽ സൈക്ലേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് GS സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. GI എന്ന് പറയുന്നത് ഇൻഹിബിറ്റർ ആണ്, അതായത് അഡിനൈൽ സൈക്ലേസിനെ തന്നെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എന്താ ഒരു ജി പ്രോട്ടീൻ ആണ് GI എന്ന് പറയുന്നത്. GQ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പേസ് CU-ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫോസ്ഫോലിപ്പേസ് C എന്ന് പറയുന്ന എൻസൈമുമായിട്ടാണ് ഈ ഒരു GQ എന്ന് പറയുന്ന പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു GS എന്ന് പറയുന്ന ആൽഫ സബ് യൂണിറ്റ് മെയിൻ ആയിട്ട് അവിടെ വരുന്ന ലിഗാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വരുമ്പോഴാണ് ഈ ഒരു ജി പ്രോട്ടീൻ എന്താ ആക്റ്റീവ് ആകുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യും? അഡിനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ അഡിനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെക്കൻഡറി മെസ്സഞ്ചർ അല്ലെങ്കിൽ ഈ ഒരു ഇഫക്റ്റർ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡറി മെസ്സഞ്ചർ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന സെക്കൻഡറി മെസ്സഞ്ചർ എന്ന് പറയുന്നത് സൈക്ലിക് AMP ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അവിടെ നേരെ തിരിച്ച് എന്തായിരിക്കും? ഇവിടെ സൈക്ലിക് AMP ഉണ്ടാകില്ല. സൈക്ലിക് AMP ഉണ്ടാകില്ല, അവിടെ ഇൻഹിബിഷൻ ആണ് നടക്കുന്നത്. then GQ-യുടെ കേസിൽ ഉണ്ടാകുന്ന സെക്കൻഡറി മെസ്സഞ്ചർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഒന്ന് DAG-യും പിന്നെ ഉള്ളത് IP3 ആണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ മറ്റൊരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. then ഇങ്ങനെ GS-ൽ സൈക്ലിക് AMP ഉണ്ടായി എന്ന് വിചാരിക്കും. ഈ ഒരു സെക്കൻഡറി മെസ്സഞ്ചർ ഏത് റെസ്പോൺസിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻ കൈനേസ് ഉണ്ടല്ലോ, ആ ഒരു പ്രോട്ടീൻ കൈനേസ് ആക്ടിവിറ്റീനെയാണ്. ഓക്കെ, പ്രോട്ടീൻ കൈനേസ് ആക്ടിവിറ്റീനെയാണ് ഈ ഒരു സൈക്ലിക് AMP എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞാൽ എന്താ ഈ ഒരു GPCR എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലിഗാൻഡ് സപ്പോസ് നോറെപ്പിനെഫ്രിനുമായിട്ട് ബൈൻഡ് ചെയ്തു. അപ്പൊ ഈ ഒരു റിസപ്റ്റേഴ്സിന്റെ ചേഞ്ച് വന്നു. ഓക്കെ, ചേഞ്ച് വരുമ്പോൾ ഒരു GDP-യുടെ ആക്ടിവിറ്റി വന്നു. ജി ആൽഫ സബ് യൂണിറ്റും ജി ബീറ്റ ഗാമ സബ് യൂണിറ്റും ഉണ്ടായി. ആ ഒരു ജി ആൽഫ സബ് യൂണിറ്റ് ആണ് മെയിൻ ആയിട്ട് ഇഫക്റ്റേഴ്സിനെ എന്താ എൻഹാൻസ് ചെയ്യിക്കുന്നത്. അപ്പൊ ഇവിടെ എൻഹാൻസ് ചെയ്യിക്കുന്നത് അഡിനൈൽ സൈക്ലേസ് എന്ന് പറയുന്ന എൻസൈമിനാണ്. അപ്പൊ അഡിനൈൽ സൈക്ലേസിനെ എന്താ എൻഹാൻസ് ചെയ്യിച്ചപ്പോൾ
അവ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? സൈക്ലിക് AMP എന്ന് പറയുന്ന ഒരു സെക്കൻഡറി മെസ്സഞ്ചർ പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു സൈക്ലിക് AMP എന്ന് പറയുന്നത് പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ നടന്നു, സെൽ സിഗ്നലിംഗ് പാത്വേ നടന്നു. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് GPCR ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഉള്ളത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് എന്താ ഈ പ്രോസസ്സ് നടക്കുന്നത്? GTP റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള സെൽ സർഫേസ് പ്രോട്ടീനിൽ ട്രാൻസ്മെംബ്രെയിനിൽ വരുന്ന ഏറ്റവും വലിയൊരു റിസപ്റ്റർ ആണ് GPCR എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയിലോട്ട് പോകാം. രണ്ടാമത്തെ കാറ്റഗറി അയോൺ ചാനൽ റിസപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അയോൺ ചാനൽ റിസപ്റ്റേഴ്സ് ആണ്. ഇനി ഈ ഒരു അയോൺ ചാനൽ റിസപ്റ്റേഴ്സിന്റെ പ്രത്യേകതകൾ നോക്കിയാൽ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതിന് മുന്നേ ഇതിന്റെ മറ്റൊരു പേരും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ്, ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് എന്നും പറയാറുണ്ട്. അയണോട്രോപിക് റിസപ്റ്റേഴ്സ് എന്നും പറയാറുണ്ട്. അയണോട്രോപിക് റിസപ്റ്റേഴ്സ്, ഈ രണ്ട് പേരിലും ഈ ഒരു ചാനൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സെൽ സർഫേസ് റിസപ്റ്റർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കെമിക്കൽ സിഗ്നൽസിനെ ഡയറക്ട്ലി ആ ഒരു ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറ്റും. നമ്മൾ കഴിഞ്ഞ ഈ ഒരു GPCR പഠിച്ചപ്പോൾ ഒരു സെക്കൻഡറി മെസ്സഞ്ചേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സെക്കൻഡറി മെസ്സഞ്ചർ കസ്കേഡ് ഒന്നും ഈ ഒരു അയോൺ ചാനൽ റിസപ്റ്റേഴ്സിലോട്ട് വരുന്നില്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടേഴ്സിലോട്ട് പോകാം. ഒന്നാമത്തേത് പറഞ്ഞു, ഇതൊരു ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റർ പ്രോട്ടീൻ ആണ്. അതായത് മെംബ്രെയിനിൽ ബൗണ്ട് ചെയ്തിട്ടാണ്, ഒരു എംബെഡ് ചെയ്തിട്ടാണ് കാണുന്നത്. അവയ്ക്ക് ഒരു അയോൺ ചാനൽ പോർ ഉണ്ട്. ഓക്കെ, കണ്ടോ ഇവിടെയുള്ള ഒരു പോർ കണ്ടോ, അയോൺ ചാനൽ പോർ ഉണ്ട്. ആദ്യം ഉള്ള ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള അയോൺ ചാനൽ പോർ. അതായത് ഇവിടെ ആക്ടിവേറ്റ് ആകാത്ത സമയത്ത്, അതായത് ഒരു ലിഗാൻഡ് ഒന്നും ബൈൻഡ് ചെയ്യാത്ത സമയത്ത് ഈ പോർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. അയോൺസിനൊന്നും ഇതിലൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള മോളിക്യൂൾസിന് ലിപ്പിഡ് ബൈലെയറുമായിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു ചാനൽസ് റിസപ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലോസ് ആകുന്ന സമയത്ത് അയോൺസ് മൂവ് ചെയ്യില്ല. ദെൻ ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് ഈ ഒരു പോർ ഓപ്പൺ ആകും. ആ പോർ ഓപ്പൺ ആകുന്ന സമയത്താണ് ഈ ഒരു അയോൺ ചാനൽ മൂവ് ചെയ്യുന്നത്. ദെൻ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എഗെയിൻ അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലോട്ട് പോവാണ് ചെയ്യാം. ഓക്കെ, ഒരു പോർ ഉണ്ട് എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? അക്രോസ് ആ ഒരു അയോൺസിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ദെൻ ലിഗാൻഡ് ഗേറ്റഡ് ചാനൽസ് എന്ന് പറയുമ്പോൾ, അതായത് ലിഗാൻഡ് ആണ് ഈ ഒരു പ്രോസസ്സ്, ലിഗാൻഡുമായിട്ട് അല്ലെങ്കിൽ സിഗ്നലിംഗ് മോളിക്യൂൾസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു അയോൺ ചാനൽ ഓപ്പണോ ക്ലോസോ ആകുള്ളൂ എന്നാണ് ഈ ഒരു ലിഗാൻഡ് ഗേറ്റഡ് ചാനൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെലക്റ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ അയോൺസും അല്ല, സ്പെസിഫിക് ആയിട്ടുള്ള ചില അയോൺസിനെ മാത്രമേ അയോൺ ഗേറ്റഡ് ചാനൽസിലൂടെ പാസ് ചെയ്യുള്ളൂ. Na+, K+, Ca2+, അല്ലെങ്കിൽ Cl- ഇങ്ങനെയുള്ള അയോൺസിനെ മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റാപ്പിഡ് റെസ്പോൺസ് ആണ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സെല്ലുലാർ റെസ്പോൺസസ്, അതായത് നെർവ്, മസിൽ സെൽസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ ഈ ഒരു റെസ്പോൺസസിന് ഏറ്റവും സ്പീഡിൽ റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു അയോൺ ചാനൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്നത് എന്താ, ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു അയോൺ ചാനലിന്റെ ഗ്രേഡിയന്റ് ആണ് മാറ്റം വരുന്നത്. അയോൺ മൂവ്മെന്റ് നടക്കുമ്പോൾ അവിടെ ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ് മാറ്റം വരുന്നത്. അങ്ങനെ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മാറ്റം വരുമ്പോഴാണ് കെമിക്കൽ സിഗ്നൽസിനെ ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് എന്താണ്, അവിടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ആണ് അല്ലെ. അതായത് GPCR ഒക്കെ പോലെ ഒരു മൾട്ടി സ്റ്റെപ്പ് അവിടെ ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ആ ഒരു റിസപ്റ്റർ കമ്പൈൻ ചെയ്യുന്നു, അയോൺ ചാനൽ ഓപ്പൺ ചെയ്യുന്നു, അവിടെ ഒരു ഗ്രേഡിയന്റ് ഉണ്ടാകുന്നു, മൂവ്മെന്റ് നടക്കുന്നു, സെൽ സിഗ്നലിംഗ് നടക്കുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ്. അതിന്റെ ഒരു മെക്കാനിസം ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, ലിഗാൻഡ് എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഒരു ലിഗാൻഡ് നമ്മുടെ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ റിസപ്റ്റർ ബൈൻഡ് ചെയ്യുമ്പോൾ റിസപ്റ്ററിന്റെ ഷേപ്പ് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ദെൻ അയോൺ ചാനൽ എന്ന് പറയുന്നത് ഒന്നുകിൽ ഓപ്പൺ ആകാം, അല്ലെങ്കിൽ ഇൻഹിബിറ്റർ ആണെങ്കിൽ ക്ലോസ് ആകാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓപ്പൺ ആയി എന്ന് വിചാരിക്കാം. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്പെസിഫിക് അയോൺസ്, ഈ പറഞ്ഞ അയോൺസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു ചാനലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഗ്രേഡിയന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യാണ്. ദെൻ അവിടെ മെംബ്രെയിന്റെ പൊട്ടൻഷ്യൽ, അയോൺസ് ആണല്ലോ മൂവ് ചെയ്യുന്നത്, അപ്പൊ മെംബ്രെയിന്റെ പൊട്ടൻഷ്യൽ അവിടെ ചേഞ്ച് ആകുകയാണ് ചെയ്യുക. ദെൻ സെല്ലുലാർ റെസ്പോൺസസ് ഉണ്ടാകും. അയോൺസിന്റെ ഇൻഫ്ലക്സ് ഉണ്ടാകുമ്പോൾ സെല്ലുലാർ റെസ്പോൺസസ് ഉണ്ടാകും. ഓക്കെ, ദെൻ ഇതിന്റെ മേജർ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിളും കൂടി നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ. ഒന്ന് NACHR ആണ്, അതായത് നിക്കോട്ടിനിക് അസറ്റൈൽ കൊളൈൻ റിസപ്റ്റേഴ്സ് ആണ്, ന്യൂറോൺസും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, നിക്കോട്ടിനിക്
അസറ്റൈൽ കോളൈൻ റിസപ്റ്റേഴ്സ് ആണ്. അതിനെ ചുരുക്കിയിട്ട് NaCHR എന്നാണ് പറയാ. ഇത് എന്ന് പറയുന്ന ഒരു അയോൺ ഗേറ്റഡ് ചാനലിന്റെ എക്സാമ്പിൾ ആണ്. ഈ ഒരു അസറ്റൈൽ കോളൈൻ മെയിൻ ആയിട്ട് ഏത് അയോണുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? Na+ അയോൺ ആണ്. ഇവിടെയുള്ള അയോൺ എന്ന് പറയുന്നത് Na+ അയോണുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഒരു മെംബ്രെയിന്റെ ഡീപോളറൈസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്താ അയോൺ ചാനൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലിഗാൻഡ് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ ലിഗാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിസപ്റ്റേഴ്സിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ചാനൽ അഗെയിൻ എന്ത് ചെയ്യുന്നു? ക്ലോസ് ആകുന്നു. റിവേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സ്, അടുത്ത പ്രോസസ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇൻസുലിൻ റിസപ്റ്റേഴ്സിന്റെ പ്രത്യേകത നോക്കാം. അപ്പൊ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടൈറോസിൻ കൈനേസ് റിസപ്റ്റർ ഫാമിലിയിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു സ്പെസിഫിക് റിസപ്റ്റർ ആണ്. ക്യാരക്ടർ പറയുമ്പോൾ ഓരോ പോയിന്റും പറയുന്നുണ്ട്. ആദ്യം നമുക്ക് സ്ട്രക്ചേഴ്സും ക്യാരക്ടേഴ്സും നോക്കിയാൽ നമ്മൾ ആദ്യം പറയുന്ന പോലെ തന്നെ ഇതൊരു ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റർ പ്രോട്ടീൻ ആണ് എന്ന് പറഞ്ഞു. ഇതൊരു റിസപ്റ്റർ ടൈറോസിൻ കൈനേസ് ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോട്ടീൻ ഫാമിലിയിൽ വരുന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ, അതുവരെ പഠിച്ചു വെക്കുക. മെയിൻ ആയിട്ട് ഇവിടെ സ്ട്രക്ചർ ആണ് പഠിക്കേണ്ടത്. ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് സബ് യൂണിറ്റ് ഉണ്ട്, ആൽഫ ആൻഡ് ബീറ്റ സബ് യൂണിറ്റ്. അപ്പൊ ഇതിൽ ആൽഫ സബ് യൂണിറ്റ് ഈ ഒരു പിക്ചറിൽ ഇപ്പൊ ഈ ഒരു റെഡ് കളറിൽ കൊടുത്തേക്കുന്നതാണ് റിസപ്റ്റർ എങ്കിൽ ഏറ്റവും പുറമേ കാണുന്ന ഒരു റീജിയൻ ഉണ്ടല്ലോ, ആ ഒരു റീജിയൻ ആണ് ആൽഫ സബ് യൂണിറ്റ് എന്ന് പറയുന്നത്. ആൽഫ സബ് യൂണിറ്റ് മെയിൻ ആയിട്ട് എക്സ്ട്രാ സെല്ലുലാർ ആയിട്ട് കാണുന്നതാണ്. ഇൻസുലിനെ സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽഫ സബ് യൂണിറ്റ് ഉള്ളത്. ദെൻ ഒരു ട്രാൻസ് മെംബ്രെയിൻ ആയിട്ട് കാണുന്ന ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, അതിനാണ് ബീറ്റ സബ് യൂണിറ്റ്. അത് ടൈറോസിൻ കൈനേസിന്റെ ആക്ടിവിറ്റി, ആ ഒരു സ്പെസിഫിക് എൻസൈമിന്റെ ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ബീറ്റ സബ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് സബ് യൂണിറ്റ് ഉണ്ട് എന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ഒരു ഡൈമറിക് റിസപ്റ്റർ ആണ്. ആൽഫ ബീറ്റ സബ് യൂണിറ്റ് ലിങ്ക് ചെയ്തിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവ ഒരു ഡൈമറിക് റിസപ്റ്റർ ആണെന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് മെയിൻ ആയിട്ട് ഇൻസുലിന് സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇൻസുലിൻ ഹോർമോൺസിനെ മാത്രം റെക്കഗ്നൈസ് ചെയ്ത് ബൈൻഡ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ആണ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇൻസുലിൻ ആണ് റിലേറ്റ് ചെയ്തത് കൊണ്ട് ഏതുമായിട്ട് അവയുടെ ഫംഗ്ഷൻ മെയിൻ ആയിട്ട് ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം ആണ്. ഗ്ലൂക്കോസിന്റെ അപ്ടേക്ക് അല്ലെങ്കിൽ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും റെഗുലേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഇൻസുലിൻ റിസപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അവയുടെ മെക്കാനിസം വളരെ സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം ആണ് പറയുന്നത്. മെക്കാനിസം എന്ന് പറയുമ്പോൾ ആദ്യം എന്താ, ഈ ഒരു പ്രോസസ്സിൽ ഇപ്പം ഈ ഒരു ആൽഫ സബ് യൂണിറ്റിലോട്ട് ഇൻസുലിൻ വന്ന് ബൈൻഡ് ചെയ്യാണ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ. ഇൻസുലിൻ എന്ന് പറയുന്നത് ആൽഫ സബ് യൂണിറ്റുമായിട്ട് ബൈൻഡ് ചെയ്തു. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ ഈ ഒരു റിസപ്റ്ററിന് ആ ഒരു ഷേപ്പിൽ ചേഞ്ച് ഉണ്ടാവുന്നു. എല്ലാ റിസപ്റ്ററിന്റെ മെക്കാനിസം പോലെ ഷേപ്പിൽ ചേഞ്ച് ഉണ്ടാവുകയാണ് ചെയ്യുക. ആ ഒരു ഷേപ്പിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് തൈറോസിൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് തൈറോസിൻ കൈനേസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബീറ്റ സബ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ആക്ച്വലി ഒരു തൈറോസിൻ കൈനേസ് ബീറ്റയുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ഷേപ്പിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ബീറ്റ സബ് യൂണിറ്റിന്റെ പാർട്ടിലും ചേഞ്ച് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എൻസൈം എന്ന് പറയുന്ന തൈറോസിൻ കൈനേസ് ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുക. അങ്ങനെ ആക്ടിവേറ്റ് ആവുമ്പോൾ ബീറ്റ സബ് യൂണിറ്റിൽ ഓട്ടോഫോസ്ഫോറൈലേഷൻ നടത്തും. ഓട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവ എന്താ, ഒരു എനർജി റിച്ച് ആയിട്ടുള്ള ഫോസ്ഫേറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു എനർജി റിച്ച് ആയിട്ടുള്ള ഫോസ്ഫേറ്റിനെ എന്താ ഓരോ തൈറോസിൻ അമിനോ ആസിഡ്സിലോട്ടും ഈ ഒരു ഫോസ്ഫേറ്റിനെ അങ്ങ് ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഓട്ടോഫോസ്ഫോറൈലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നെക്സ്റ്റ് വരുന്നത് IRS പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യലാണ്. അതായത് പുതുതായിട്ട് ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ടാഗ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഒരു മാഗ്നറ്റ് പോലെ ഒരു മാഗ്നറ്റ് പോലെ ആക്റ്റീവ്. അപ്പൊ എന്തിനെയാണ് മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നത്? ഈ ഒരു IRS ആയിട്ടുള്ള പ്രോട്ടീൻസിനെ അവർ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. IRS എന്ന് പറയുന്നത് ഇൻസുലിൻ റിസപ്റ്റർ സബ്സ്ട്രേറ്റ് ആണ്. ഓക്കെ, ആ ഒരു അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഹെൽപ്പർ പ്രോട്ടീൻ എന്ന് വിളിക്കാം. ഇൻസുലിൻ റിസപ്റ്റർ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഹെൽപ്പർ പ്രോട്ടീനിനെ ആര് അട്രാക്ട് ചെയ്യും? ഈ ഒരു പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്ത ഫോസ്ഫേറ്റ്സ് അട്രാക്ട് ചെയ്യുന്നു. അട്രാക്ട് ചെയ്തിട്ട് അവയെ ആക്ടിവേറ്റ് ആക്കുന്നു. ഓക്കെ,
അതായത് ഇൻസുലിൻ റിസപ്റ്റർ സബ്സ്ട്രേറ്റിനെ ആക്ടിവേറ്റ് ആക്കുന്നു. അങ്ങനെ ആക്ടിവേറ്റ് ആക്കുമ്പോഴാണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു IRS ആണ് എന്താ ഈ ഒരു മോളിക്യൂൾസിന്റെ ഒക്കെ ആ ഒരു സെല്ലിന്റെ ഉള്ളിലോട്ടുള്ള ആ ഒരു മൂവ്മെന്റിനെ ഒക്കെ മെയിൻ ആയിട്ട് ട്രിഗർ ചെയ്യുന്നത്. അങ്ങനെ ട്രിഗർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് GLUT4 ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ്. ഈ ഒരു GLUT4 എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താ ഒരു ഗ്ലൂക്കോസ് ഡോർവേ ആണ് GLUT4 ട്രാൻസ്പോർട്ടർ മൂവ് ടു മെംബ്രെയിൻ. അതായത് ഈ ഒരു GLUT4 ഇവിടെ ഉണ്ടായിട്ടുണ്ടാവല്ലോ, ആ ഒരു GLUT4 മെംബ്രെയിനിലോട്ട് മൂവ് ചെയ്യും. ഈ ഒരു പിക്ചർ നിങ്ങൾ അധികം നോക്കണ്ട കേട്ടോ. GLUT4 ആ ഒരു മെംബ്രെയിനിലോട്ട് അല്ലെങ്കിൽ ഔട്ടർ സെൽ ലെയറിലോട്ട് മൂവ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു GLUT4 മൂവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഔട്ടർ വോളുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ഗ്ലൂക്കോസിന്റെ പാത്ത് ഇല്ലേ, ആ ഒരു ഗ്ലൂക്കോസിന്റെ മൂവ്മെന്റ് സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലഡ് സ്ട്രീം ഉള്ളിലോട്ട് സെല്ലിന്റെ ഉള്ളിലോട്ട് ഒരു ഗ്ലൂക്കോസിന്റെ മൂവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു GLUT4 ട്രാൻസ്പോർട്ടേഴ്സ് എന്താ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഗ്ലൂക്കോസിന്റെ അപ്ടേക്ക് അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യാം. അങ്ങനെ ഗ്ലൂക്കോസിന്റെ അപ്ടേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്, സെല്ലുലാർ റെസ്പോൺസ് നടക്കുന്നത്. എങ്ങനെയാണ് സെല്ലുലാർ റെസ്പോൺസ് എന്ന് പറയുന്നത്? അതായത് ആ ഒരു ഗ്ലൂക്കോസ് സെല്ലിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഷുഗറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എക്സ്ട്രാ ആയിട്ടുള്ള ഷുഗർ എന്ത് ചെയ്യും, ഗ്ലൈക്കോജൻ ആയിട്ട് മാറ്റും. then അവയെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ഈ ഒരു പ്രോസസ് ആണ് ഈ ഒരു ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്ന ആ ഒരു എന്താ റിസപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിഗ്നലിംഗ് പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നും വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്താ ഈ ഒരു ലൈക്ക് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.